Hello everyone. അപ്പോൾ നമ്മളുടെ NEET 2023 ദാ നമ്മളുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ് അല്ലേ. ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ദാ NEET എക്സാം എഴുതായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 6 മന്ത്സിന്റെ ദൂരേ ഉള്ളൂ നമ്മളുടെ NEET 2023. എങ്ങനെ NEET ക്രാക്ക് ചെയ്യും, എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ട്രിക്സ് ഉണ്ടോ മിസ് NEET ഈസി ആയിട്ട് കിട്ടാൻ. അപ്പോൾ NEET 2023നെ കുറിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് മിസ് പറഞ്ഞു തരുന്നത് അല്ലേ. നമുക്ക് സ്മാർട്ടായിട്ട് നമ്മൾ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഹാർഡ് വർക്ക് വേണം, ഒബ്വിയസ്ലി വേണം, പക്ഷേ സ്മാർട്ട് ലേണിംഗ് നമുക്ക് എന്താണെങ്കിലും വേണം. അതുകൊണ്ടാണ് ഈ ഒരു 6 മന്ത്സ് ടൈമിനുള്ളിൽ നമുക്ക് NEET കിട്ടണമെങ്കിൽ നമ്മൾ എന്താണെങ്കിലും സ്മാർട്ടായിട്ട് പഠിക്കണം. നമുക്ക് ഈസി ആയിട്ട് NEET ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ആദ്യം തന്നെ എനിക്കറിയാം കുറേ ടെൻഷൻ ഉണ്ട്, കുറേ വറീസ് ഉണ്ട്. അയ്യോ എനിക്ക് ഈ ഒരു സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ, ഇതുവരെ ഞാൻ പഠിച്ചില്ലല്ലോ, അങ്ങനെ കുറേ ടെൻഷനും വറീസും ഒക്കെ തലയുടെ ഉള്ളിലുണ്ട് എന്ന് മിസ്സിന് അറിയാം. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുക, ടെൻഷനും വറീസും കാര്യങ്ങളും ഒന്നും ഇപ്പം നിങ്ങൾ ബോധർ ചെയ്യേണ്ട, എല്ലാം മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു 10 മിനിറ്റ് മിസ് പറയണ കേൾക്കാം. ശരിക്കും കോൺഫിഡൻ്റ് ആയിട്ട്, ശരിക്കും ഓണസ്റ്റ് ആയിട്ട് മിസ് പറയുന്ന കാര്യങ്ങൾ ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും. ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, സ്വയം ഒന്ന് ചോദിക്കാം. അതായത് ഒരു 6 മന്ത്സ് കഴിഞ്ഞാൽ എൻ്റെ NEET എക്സാം ആണ്. ഞാൻ NEETന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് കുറേ ഡ്രീംസ് ഉണ്ടായിരുന്നു അല്ലെ, ഒരുപാട് സ്വപ്നങ്ങളിലാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻസ് തുടങ്ങിയത് അല്ലേ. അപ്പോൾ സ്വന്തം നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, എനിക്ക് പറ്റില്ലേ, എനിക്ക് NEETന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലേ, NEET 2023 ഞാൻ എന്താണെങ്കിലും ക്രാക്ക് ചെയ്യില്ലേ, സ്വയം ചോദിക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് കുറേയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സ് നമ്മളുടെ അടുത്ത് പറയും. മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പോലെ നമ്മൾ എന്തിനു വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾക്ക് ഡോക്ടർ ആവുക, നമ്മളുടെ ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക, ഡോക്ടർ ആവുക എന്നുള്ള നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഡ്രീമിലേക്ക് ഒരു 6 മന്ത്സിൻ്റെ ദൂരേ ഉള്ളൂ അല്ലേ. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പോവാണ്. ഒരു 6 മാസത്തിൻ്റെ ദൂരേ ഉള്ളൂ. 6 മാസം മീൻസ് നല്ലൊരു സമയമാണ്. നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രീമിലെത്താൻ അല്ലേ. ഡോക്ടർ ആവുക എന്നുള്ള ആ ഒരു ഡ്രീമിലേക്ക് ഒരു 6 മന്ത്സേ ഉള്ളൂ. ഒരു 6 മന്ത്സിൻ്റെ ദൂരം അത് നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ്, സ്മാർട്ടായിട്ട് പഠിക്കാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യും, ഈസി ആയിട്ട് NEET ക്രാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ദിവസവും ആദ്യമായിട്ട് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യുക. എല്ലാവർക്കും പ്രശ്നം പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സമയം അല്ലേ. ഈ ഒരു 6 മാസക്കാലം ടോപ്പർ ആവാൻ പോകുന്ന ആൾക്കും ഈ ഒരു 6 മാസക്കാലേ ഉള്ളൂ. എല്ലാവർക്കും അല്ലെ, ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടുന്ന ആൾക്കും, ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്കും, സെക്കൻഡ് റാങ്ക് കിട്ടുന്ന ആൾക്കും, ഏത് ലെവലിൽ പഠിച്ച ആൾക്കും ഈ ഒരു 6 മന്ത്സ് ടൈം തന്നെ ഉള്ളൂ. അപ്പം ഈ ഒരു സമയം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ നമ്മളൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കും. മെജോറിറ്റി ആളുകൾക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ടൈം ടേബിൾ ഇങ്ങനെ കുത്തി നിറച്ചൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അവസാനം ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യില്ല. അപ്പം ഞാനിപ്പോൾ പറയാണ്, എല്ലാവർക്കും ഞാനൊരു സ്മോൾ സൈസിലെ ടീഷർട്ട് മേടിച്ച് തന്നിട്ട് എല്ലാവരുടെ അടുത്ത് ഇടാൻ പറഞ്ഞു പറ്റില്ല അല്ലേ. ഓരോരുത്തർക്കും ഓരോ സൈസായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം ടൈം ടേബിളും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഒരേ സൈസിലുള്ള ഡ്രസ്സ് എല്ലാവർക്കും ഇടാൻ പറ്റാത്തതുപോലെ നമ്മൾ ഒരേ ടൈം ടേബിൾ എല്ലാവർക്കും വർക്കൗട്ട് ആയിക്കോണമെന്നില്ല. ചില ആൾക്കാർ ചിലപ്പോൾ രാവിലെ എണീറ്റ് ഏർലി ബേർഡ്സ് ആയിരിക്കും. രാവിലെ എണീറ്റ് പഠിക്കുമ്പോൾ അവർക്ക് ഫുൾ ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും, രാവിലെ എണീക്കും. അത് കണ്ട് നമുക്ക് ചിലപ്പോൾ ഒരിക്കലും രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏതാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള സമയം എന്ന് നോക്കുക. രാവിലെ എണീക്കാൻ മിസ് എന്താണെങ്കിലും റെക്കമെൻഡ് ചെയ്യും. കാരണം രാവിലെ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു സമയമാണ്. കാരണം നമ്മളുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആയിരിക്കും അല്ലേ. ഒരു ഡേയുടെ ഫുൾ കാര്യങ്ങൾ തലയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും രാത്രി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ പഠിക്കുമ്പോൾ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ്. നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, തലേ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ അടക്കി ഒതുക്കി വെച്ചിരിക്കുകയായിരിക്കും. നമ്മൾ അങ്ങനെയല്ലേ, വൈകുന്നേരം കിടക്കാൻ നേരത്തെ നമ്മുടെ സ്റ്റഡി ടേബിൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും അല്ലേ. അതേപോലെയാണ് ബ്രെയിൻ നമ്മൾ ഉറങ്ങുമ്പോൾ ചെയ്യുക. അന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ അടക്കി ഒതുക്കി വെച്ചിരിക്കുകയായിരിക്കും. അപ്പം അതിലേക്ക് നമ്മൾ പിന്നെയും കാര്യങ്ങൾ രാത്രി ആഡ് ഓൺ ചെയ്യുമ്പോൾ ബ്രെയിൻ സാച്ചുറേറ്റഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ. നമ്മൾ സൊല്യൂഷൻസ് സാച്ചുറേറ്റഡ് ആവുന്നതിനെ പറ്റി പഠിച്ചു. ബ്രെയിൻ ഇങ്ങനെ സാച്ചുറേറ്റഡ് ആവും, പിന്നെ ഇടുന്നതൊന്നും സോല്യൂബിൾ ആവില്ല, ബ്രെയിനിൽ അലിയില്ല. അപ്പോൾ രാവിലെ എണീക്കാൻ ശീലം ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അതിനി ആ ഒരു ശീലം ബിൽഡ് ചെയ്യണം എന്ന് മിസ് പറയില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് പഠിക്കുക. നിങ്ങൾക്ക് തോന്നുകയാണോ എനിക്ക് ഇങ്ങനെ പഠിക്കണതാണ് എനിക്ക് നല്ലത്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം.
എന്താണെങ്കിലും ഞാൻ ആ ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യും, ഇന്നത്തെ എൻ്റെ ടാസ്കുകളെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വേണം. ടൈം ടേബിളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മതി, ഇല്ലെങ്കിൽ ടൈം ടേബിൾ എന്ന് പറയുന്നത് വെറുതെയാണ്. ഇനി രാവിലെ എണീറ്റിട്ടല്ല അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യേണ്ടത്. ഡേ പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ തലേന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ സബ്ജക്ട്സ് പഠിക്കും, എങ്ങനെയായിരിക്കും എൻ്റെ ഡേ പോകുന്നുണ്ടാവുക, പ്ലാൻ ചെയ്യാം. ഈച്ച് ആൻഡ് എവറിത്തിങ് പ്ലാൻ ചെയ്യാം. നിങ്ങൾ സൈഡിൽ ഒരു ചെറിയൊരു ഡയറി കീപ്പ് ചെയ്യുക, ഒരു ചെറിയൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം നമ്മളുടെ ടൈം റെക്കോർഡ് ചെയ്ത് പോകണം. അതായത് നമ്മൾ ഡേ പ്ലാൻ ചെയ്തു, തലേന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ ഡേ ഒക്കെ പ്ലാൻ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ബുക്ക്ലെറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്തു. അതായത് രാവിലെ എണീറ്റത് മുതൽ സമയം എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചത് മാത്രമല്ല, രാവിലെ എണീറ്റത് മുതൽ ഈവൻ ഇഫ് നിങ്ങൾ കുളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാ സമയത്തിനും ടൈമിൻ്റെ ഒരു റെക്കോർഡ് വെക്കുക. എവിടെയൊക്കെയാണ് നിങ്ങളുടെ സമയം പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് മിസ് ചെയ്യണത്, സമയമൊക്കെ എന്തിനാണ് നോക്കുന്നത്, നമുക്കറിയാമല്ലോ. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ പറയും അയ്യോ മിസ് സമയം തികയുന്നില്ല, പഠിച്ച് തീരുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. അപ്പം നിങ്ങൾ ആലോചിക്കണം എവിടെയാണ് സമയം പോയത്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ പോകുന്ന പ്രശ്നം നമുക്കുണ്ടല്ലേ. അപ്പം സമയം പോകുന്നതിന്, സമയം എവിടെയാണ് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സമയം കൂടി ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു 6 മന്ത്സ് നമ്മൾ നല്ലോണം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആളാണ് നമ്മളുടെ ഡ്രീം. നമ്മൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാം. നിങ്ങളുടെ ഡ്രീം മെഡിക്കൽ കോളേജസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു 6 മന്ത്സ് നിങ്ങളുടെ അടുത്തുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാം. ഈ 6 മന്ത്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇൻസ്റ്റഗ്രാം അവിടെ ഉണ്ട്, ഫേസ്ബുക്ക് അവിടെ ഉണ്ട്, ട്വിറ്റർ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ അവിടെ ഉണ്ട് അല്ലേ. ആഫ്റ്റർ ദ 6 മന്ത്സ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു 6 മാസക്കാലം ഇറങ്ങുന്ന സിനിമ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ഈ ഒരു 6 മാസക്കാലമുള്ള പാർട്ടീസ് നമ്മൾ അറ്റൻഡ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ആലോചിക്കാം, ഈ ഒരു 6 മന്ത്സ് നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെക്കാം. ഒരു 6 മാസക്കാലം അല്ലേ മക്കളെ, അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്കൊക്കെ തിരിച്ചു വരും അല്ലേ. നമുക്ക് തിരിച്ചു വരുമ്പോൾ ചുറ്റും നിൽക്കുന്നവരൊക്കെ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ. ഇപ്പം നിങ്ങൾ ഫുൾ പാർട്ടിയൊക്കെ പോയി, ഫുൾ കല്യാണമൊക്കെ കൂടി അങ്ങനെയൊക്കെ നടന്ന് 6 മന്ത്സ് കഴിയുമ്പോൾ നമ്മളുടെ അടുത്തൊന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷെ ഇപ്പം നിങ്ങൾ ഫുൾ ഫോക്കസ് നിങ്ങളുടെ സ്റ്റഡീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മന്ത്സ് കഴിഞ്ഞു നിങ്ങൾക്ക് എന്ത് സാധനം നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു 6 മാസം കാലം കഴിഞ്ഞാലും ഇതെനിക്കില്ലേ, ഉണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. എപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചിന്തിക്കുക, ഞാൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, നീറ്റ് കിട്ടണം എന്നുള്ള കട്ട് ഡിറ്റർമിനേഷനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പം നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ സ്വയം സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ അല്ലേ, ബ്രെയിൻ നമ്മളുടെ അടുത്ത് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് അതിനെ തകർക്കേണ്ടത്, പോസിറ്റീവ് അഫർമേഷൻസ് പറയാം. അതായത് എനിക്ക് കിട്ടും, ഞാൻ ക്രാക്ക് ചെയ്യും, ഞാൻ എൻ്റെ ഫേവറേറ്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ അടുത്ത് തന്നെ ഇത് പറയാൻ തുടങ്ങും. നെഗറ്റീവ്സ് പറയുമ്പം നമ്മളുടെ ബ്രെയിൻ തന്നെ വില്ലനാണേ. നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളുടെ അടുത്ത് എന്തെന്ന് പറയും, പക്ഷെ നിനക്കിത് കിട്ടില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നമ്മളുടെ ബ്രെയിൻ തന്നെ പറയാൻ തുടങ്ങും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ് വയ്ക്കുക. ഞാൻ പഠിക്കും, എനിക്ക് കിട്ടും, ഞാൻ ചെയ്യും എന്നുള്ള പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഡീമോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളുടെ ആ ഒരു വോയിസ് ഇല്ലേ, അതിനെ നമുക്കിങ്ങനെ സപ്രസ് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും. ഇനിയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. നമ്മൾ കെമിസ്ട്രിയിൽ കുറേ റിയാക്ഷൻസ് പഠിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു റിയാക്ഷനാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. തിരിച്ച് കിട്ടാൻ അല്ലേ, തിരിച്ച് നമുക്ക് പഴയതുപോലെ ആക്കാൻ പറ്റാത്ത റിയാക്ഷൻ. അങ്ങനെ ഒരു റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സമയമാണല്ലേ. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒരു സാധനം ഡിലേ ആക്കാം അല്ലേ. പക്ഷെ സമയം ഡിലേ ആവോ? ഇല്ല. സമയം ആർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. പോയി കഴിഞ്ഞാൽ പോയി അല്ലേ. അതിപ്പം എൻ്റെ സമയമാണെങ്കിലും നിങ്ങളുടെ സമയമാണെങ്കിലും ഒക്കെ അതെ, ലോകത്തെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യവും സമയമാണ്. പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തതും സമയമാണ്. നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളതും സമയമാണ്. ഈ ഒരു 6 മാസത്തിൻ്റെ സമയം നമ്മളുടെ ഡ്രീമിലേക്കുള്ള സമയം അല്ലേ. അപ്പം ഈ ഒരു സമയം നിങ്ങൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എപ്പോഴും ആലോചിക്കുക, എപ്പോഴൊക്കെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ആലോചിക്കുക, ഈ സമയം നമുക്കിനി തിരിച്ചു കിട്ടില്ല. ഈ സമയം വേസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആലോചിച്ചിട്ട് ടൈം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. മിസ് പറഞ്ഞൊരു കാര്യം മനസ്സിൽ വയ്ക്കുക, 6 മാസം കഴിഞ്ഞിട്ടും നമുക്കുള്ള ഡിസ്ട്രാക്ഷൻസ് അവിടെ ഉണ്ട്, നമുക്ക് വേണ്ട എൻജോയ്മെൻറ്റ് അവിടെ ഉണ്ട്, നമുക്കുള്ള പാർട്ടീസ് മാരേജസ് ഒക്കെ അവിടെ ഉണ്ടാകും ആഫ്റ്റർ ഈ 6 മന്ത്സ് കഴിഞ്ഞാലും. അത് ആലോചിക്കുക. പക്ഷേ ഈ ഒരു 6 മാസക്കാലം
കടന്നുപോയി കഴിഞ്ഞാൽ നീറ്റ് 2023 പോയി, പിന്നെ നമുക്ക് ഒരു ചാൻസ് അവിടെ ഇല്ല. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും ബ്രെയിനിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള 3 ഫേസസ്, ഈ ഒരു 6 മന്ത്സ് നിങ്ങൾക്ക് 3 ഫേസിലാണ്. ഇതിൽ phase 1 നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ലേണിംഗ് ഫേസിൽ അല്ലേ. ലേണിംഗ് ആണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, +1 +2 സിലബസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ലേണിംഗ് ഫേസിലാണ് നമ്മളിപ്പോൾ അല്ലേ. ചിലർ എന്ത് ചെയ്യും, റിവിഷൻ ഫേസസിൽ എത്തിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ലേണിംഗ് ഫേസിലാണ് ഇരിക്കുന്നുണ്ടാവുക. ലേണിംഗ് ഫേസ് കംപ്ലീറ്റ് ചെയ്യാം, സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഈ ലേണിംഗ് ഫേസിലുള്ളപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഓഫ് എ സഡൻ എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ എന്ത് ടോപ്പിക് ആണെങ്കിലും ഒരു 30 മിനിറ്റ്സ് ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് ആസ് എ റിലാക്സേഷൻ എന്നുള്ള പോലെ ആ ടോപ്പിക്കിന് ഒരു 10 മിനിറ്റ്സ് എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിൽ സെറ്റ് ചെയ്യുക. ഇക്വേഷൻസ് ആണെങ്കിൽ എഴുതി വെക്കുക, സൈഡിലൊരു ചെറിയ നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, സൈഡിൽ എഴുതി ഫുൾ പെർഫെക്റ്റ് ആക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻസ് വെച്ച് ഇപ്പം നമ്മൾ പഠിച്ച തിയറിയും കാര്യങ്ങളൊക്കെ മറന്ന് ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യാൻ പോകുന്നത് അല്ലേ. നമുക്കറിയാം MCQ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പം നമ്മൾ പ്രോബ്ലംസ് എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. അപ്പം പ്രാക്ടീസിങ് അല്ലെങ്കിൽ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ മിസ് പഠിച്ച ചാപ്റ്റേഴ്സ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, ഞാൻ നല്ലോണം പഠിച്ചതായിരുന്നു, എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയായിരുന്നു, ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങളുടെ ഒക്കെ പ്രശ്നം റിവിഷൻ ഇഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ കണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്കെൻഡ്സിൽ പോയിട്ട് റിവിഷൻ ചെയ്യാം, മന്തിൻ്റെ എൻഡിൽ പോയിട്ട് റിവിഷൻ ചെയ്യാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി നിങ്ങൾ അതിനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. പണ്ട് നമ്മൾ ഒരു 2 വർഷം മുമ്പ് കണ്ട സിനിമകളൊക്കെ നമുക്കിപ്പോൾ മറന്നിട്ടുണ്ടാവും. 2 വർഷം മുമ്പ് നല്ല 2 ആഴ്ച മുമ്പ് കണ്ട സിനിമകളും കുറച്ച് നമുക്കൊരു ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ. നമ്മൾ പിന്നെയും റീവാച്ച് ചെയ്യുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ ഫുൾ ക്ലിയർ ആവുക. അതുകൊണ്ടല്ലേ ഒരു 10-20 തവണ കണ്ട CID മൂസയൊക്കെ നിങ്ങൾക്ക് ഫുൾ ക്ലിയർ ആയിട്ട് തലയുടെ അകത്തുള്ളത്. അപ്പം അതേപോലെ റിവിഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും റീഡ് ചെയ്യുക അല്ലേ കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ വലിയ കളർ പെന്നും കുറേ കാര്യങ്ങളും കുറേ സ്റ്റേഷനറിയും ഒക്കെ അസംബിൾ ചെയ്ത് വലിയ മെസ്സൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക, നോർമൽ നിങ്ങളുടെ പെണ്ണ് വെച്ച് വേണ്ട കാര്യങ്ങൾ എഴുതുക. അങ്ങനത്തെ ഷോർട്ട് നോട്ട്സ് മതി, നോട്ട് ഉണ്ടാക്കി സമയം കളയാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലേണിംഗ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫക്റ്റീവായിട്ട് ലേൺ ചെയ്യുക, നല്ല എല്ലാ സിലബസും ക്ലിയർ ആക്കുക, അതോടുകൂടി തന്നെ റിവൈസ് ചെയ്യാം. റിവിഷൻ എന്ന് പറയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, രാവിലെ മുതൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വൈകുന്നേരത്തെ സമയം നിങ്ങൾ റിവിഷന് കണ്ടെത്തുക. അല്ലെങ്കിൽ ഒരു ഡേ നിങ്ങൾ പഠിച്ച ഏർലി മോർണിംഗ് എണീറ്റ് റിവൈസ് ചെയ്യാം. പഠിച്ച കാര്യങ്ങൾ അന്നന്ന് തന്നെ റിവൈസ് ചെയ്ത് പോവുക. ആൻഡ് വീക്കെൻഡിൽ എങ്ങനത്തെ റിവിഷൻ ആയിരിക്കണം, ആ വീക്ക് പഠിച്ച എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. സോ നമ്മൾ ഒന്നും മറന്നുമില്ല. പിന്നെ നിങ്ങളൊരു മെയിൻ കാര്യം ആലോചിച്ച് വെക്കണം, സ്കൂളിലെ എക്സാംസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് മുമ്പ് എല്ലാ ചാപ്റ്റേഴ്സും റീവിസിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എക്സാമിന് മുമ്പ് എല്ലാ ചാപ്റ്റേഴ്സും റീവിസിറ്റ് ചെയ്യാൻ പറ്റും. സ്കൂളിലെ എക്സാംസിന് നമ്മൾ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയിട്ടാണ് പോയി എക്സാം എഴുതാം. പക്ഷേ എൻട്രൻസ് എക്സാംസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു തവണ പഠിക്കുന്നതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് നമുക്കിതിനെ റീവിസിറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉറപ്പില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എക്സാമിൻ്റെ തലേന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങണം, പിന്നെ നമ്മൾ ഇച്ചിരിയൊക്കെ ടെൻഷൻ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാ ചാപ്റ്ററും +1ഉം +2ഉം കൂടി ഒന്നിച്ച് കവറപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ മനസ്സിൽ ആലോചിക്കുക, ഇത് ഞാൻ ഒരു തവണയാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ, ഇതെനിക്ക് പിന്നീട് ഒരിക്കലും എനിക്കിത് ഒന്നും കൂടെ വായിച്ചു നോക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു രീതിയിൽ ഓരോ ടോപ്പിക്സും പഠിക്കാം. ഇനി എനിക്കിതെന്താണ് എക്സാമിന് മുമ്പ് റിവൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ ടോപ്പിക്സും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകേണ്ടത് കേട്ടോ. അല്ലാതെ ഇപ്പോൾ തട്ടിമുട്ടിയും പഠിക്കാം, എക്സാം ആകുമ്പോൾ ഒന്നും കൂടി നോക്കാം, തെറ്റാണ്. കാരണം പറ്റില്ല നമുക്ക് നോക്കാൻ, മിസ് 100% ഉറപ്പ് പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ മിസ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തിരുന്നപ്പോൾ മിസ്സിനും അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെ പഠിച്ചടിച്ച് അത്യാവശ്യം പഠിച്ചു പോകാം, എക്സാമിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും എല്ലാം കൂടെ നോക്കാം. പക്ഷേ ആ ഒരു ഇത് മാറ്റി വെച്ചപ്പോഴാണ് മിസ്സിന് ഈസി ആയിട്ട് എന്ത് ടോപ്പിക്ക് മിസ് പഠിക്കാൻ എടുക്കുന്നുണ്ടോ ഞാൻ ആലോചിക്കും, ഇത് ഞാൻ ഇപ്പോഴേ പഠിക്കുള്ളൂ, എനിക്കിനി ഇത് പഠിക്കാനുള്ളൊരു അവസരം ഇനി കിട്ടില്ല എന്നുള്ള ആ ഒരു തോട്ടിലായിരിക്കും ഞാൻ പഠിക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫുൾ ഡിറ്റർമിൻഡ് ആയിട്ട് 100% കൊടുത്ത് പഠിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നെയും റിവൈസ് ചെയ്ത് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ബ്രെയിനിൻ്റെ ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, മറന്നു പോവാത്തതുപോലെ. റിവിഷൻ അങ്ങനെയാണ് ചെയ്യുക, ഒരു 5-6 തവണ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിൻ തന്നെ അത് സ്റ്റോർ ചെയ്യും. ബ്രെയിനിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ ബ്രെയിൻ തന്നെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മളുടെ പ്രാക്ടീസ് ഫേസ് എന്ന് പറയുമ്പോൾ
നമ്മൾ റിവൈസ് ചെയ്തു, പഠിച്ചു, എല്ലാം ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് വേണം അല്ലേ? പ്രാക്ടീസ് മേക്സ് ഹ്യൂമൻസ് പെർഫെക്റ്റ് എന്നാണ്. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ലോണം നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കറിയാം നമ്മളുടെ നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഫുൾ MCQ ക്വസ്റ്റ്യൻസ് ആണ്, സ്പീഡിൻ്റെ ഗെയിമാണ്, ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻ ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് തന്നാൽ എല്ലാവരും അത് ആൻസർ ചെയ്യും, ഉറപ്പാണ്. പക്ഷേ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക്, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ശരിയാക്കുന്ന ആൾക്കാർക്കാണ് എന്ത് കിട്ടുക? റാങ്ക് കിട്ടുക അല്ലേ? അപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതാണ് കിട്ടുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഈസി ആയിട്ട് ഇതേ ക്വസ്റ്റ്യൻസ്, ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പം ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രാക്ടീസ് ഫേസ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മുടക്കരുത്. ക്വസ്റ്റ്യൻസ് പിന്നെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മോക്ക് ടെസ്റ്റ് എടുക്കാം എന്നൊന്നും വിചാരിക്കരുത്. പ്രാക്ടീസ് ആണ് നമ്മളുടെ മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കൂടും. സ്പീഡ് കൂടിയത് മാത്രമല്ല, നമ്മൾ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് വരുന്നൊരു മെയിൻ പ്രശ്നമാണ് നമ്മളുടെ ആക്യുറസി കുറയും അല്ലേ? സ്പീഡിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ നമ്മുടെ മെഞ്ചിയൊക്കെ കളിക്കുമ്പോൾ പറയും, മിസ് ഞാൻ സ്പീഡിൽ വന്ന് ആൻസർ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണെന്ന് പറയും അല്ലേ? അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ നമ്മുടെ ആക്യുറസി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സ്പീഡ് കൂടുക, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? അക്യുറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ വരെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്കി കുത്തരുത്. ഓക്കെ, കറക്കി കുത്തുന്നത് ഫുള്ളായിട്ട് നിങ്ങളുടെ മാർക്ക് കളയും. ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ വരെ അറ്റൻഡ് ചെയ്യണ്ട, വിട്ടോ, അറ്റൻഡ് ചെയ്യാതെ വിട്ടോ. ഒരിക്കലും ഇതാണെങ്കിൽ മാർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കുത്തരുത്. അതായിരിക്കില്ല. മിസ് 100% നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് സംശയമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ വിചാരിക്കും കിട്ടിപ്പോയാൽ പോയി എന്ന് പറഞ്ഞ് കറക്കി കുത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതല്ലായിരിക്കും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് മേടിച്ച മാർക്കും കൂടി നെഗറ്റീവ് മാർക്സിൽ പോവാണ്. ഒരു നെഗറ്റീവ് മാർക്കിനനുസരിച്ച് 10,000ങ്ങളുടെ ഡിഫറൻസിലാണ് നിങ്ങളുടെ റാങ്കും മാറാൻ പോകുന്നത്. അപ്പം കറക്കി കുത്തണം എന്ന് തോന്നുമ്പോൾ പറയാം, നോ, കറക്കി കുത്താൻ പാടില്ല, കാരണം തെറ്റും. സംശയമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വെറുതെ വിടാം, മാർക്കൊന്നും പോകുന്നില്ല. കറക്കി കുത്തി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്കി കുത്തരുത്. അപ്പോൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ഫേസിലാണ് നമ്മളിപ്പോൾ റിവിഷനും പ്രാക്ടീസും സെറ്റാക്കുക. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റും ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഡ്രീമിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു 6 months ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്വപ്നത്തിലെത്താൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ഡോക്ടർ എന്നുള്ള സ്വപ്നത്തിലേക്ക് ഒരു 6 മാസത്തിൻ്റെ ദൂരമാണ്. നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ടിപ്സും ട്രിക്സും ഒക്കെ നമ്മളുടെ തലയിൽ വെക്കുക, ഫുൾ സെറ്റാക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.